ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് പരമ്പരയിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ബ്ലെൻഡർ 2.59 എന്നതിലെ പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. ഈ സ്ക്രിപ്റ്റ് വിജി നായർ എഡിറ്റ് ചെയ്തു. ഈ ട്യൂട്ടോറിയൽ കണ്ടതിനു ശേഷം നമ്മൾ പഠിക്കും പ്രോപ്പർട്ടീസ് വിൻഡോ എന്താണ്, പ്രോപ്പർട്ടീസ് വിൻഡോയിൽ മെറ്റീരിയൽ പാനൽ എന്താണ്, പ്രോപ്പർട്ടീസ് വിൻഡോയിൽ മെറ്റീരിയൽ പാനലിന്റെ വിവിധ സെറ്റിംഗ്സ് എന്തൊക്കെയാണ്, ബ്ലെൻഡർ ഇന്റർഫേസ് അടിസ്ഥാന ഘടകങ്ങൾ അറിയുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മുൻ ട്യൂട്ടോറിയലുകൾ പരിശോധിക്കുക. ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബ്ലെൻഡർ ഇന്റർഫേസ്. നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുവശത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പ്രോപ്പർട്ടീസ് വിൻഡോ. മുൻപത്തെ ട്യൂട്ടോറിയലിൽ ഉള്ള പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ആദ്യത്തെ പാനൽ നമ്മൾ കണ്ടു. പ്രോപ്പർട്ടീസ് വിൻഡോയിലെ അടുത്ത പാനൽ നമുക്ക് നോക്കാം. ആദ്യം മെച്ചപ്പെട്ട കാഴ്ചപ്പാടിനും മനസ്സിലാക്കാനുമായി പ്രോപ്പർട്ടീസ് വിൻഡോ റീസൈസ് ചെയ്യാം. പ്രോപ്പർട്ടീസ് വിൻഡോയുടെ ഇടതുവശത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇടതുഭാഗത്ത് ഡ്രാഗ് ചെയ്യുക. പ്രോപ്പർട്ടീസ് വിൻഡോയിലെ ഓപ്ഷനുകൾ ഇപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാം. ബ്ലെൻഡർ വിൻഡോസ് എങ്ങനെ റീസൈസ് ചെയ്യാം, മാറ്റാമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ട്യൂട്ടോറിയലുകൾ കാണുക. ഹൗ ടു ചേഞ്ച് വിൻഡോ ടൈപ്സ് ഇൻ ബ്ലെൻഡർ. പ്രോപ്പർട്ടീസ് വിൻഡോയുടെ മുകളിലുള്ള വരിയിലേക്ക് പോകുക. പ്രോപ്പർട്ടീസ് വിൻഡോയുടെ മുകളിലുള്ള നിരയിൽ സ്ഫിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് മെറ്റീരിയൽ പാനൽ ആണ്. ഇവിടെ ആക്റ്റീവ് ഒബ്ജക്റ്റിന് ഒരു മെറ്റീരിയൽ ചേർക്കുവാൻ കഴിയും. ഡിഫോൾട്ട് ആയി ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ക്യൂബിലേക്ക് ചേർത്തു. ഈ ഒബ്ജക്റ്റ് ബ്ലൂ എന്നതിൽ ഹൈലൈറ്റ് ചെയ്ത മെറ്റീരിയൽ സ്ലോട്ടിന്റെ ഒരു ഭാഗമാണ്. ഒരു പുതിയ മെറ്റീരിയൽ സ്ലോട്ട് ചേർക്കുന്നതിന് മെറ്റീരിയൽ പാനലിന്റെ മുകളിൽ വലതുകോണിലുള്ള പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ മെറ്റീരിയൽ ചേർക്കുന്നതിന് ന്യൂ എന്നതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് ആയി മെറ്റീരിയൽസ് ബേസിക് സെറ്റിംഗ്സ് ഉപയോഗിച്ച് ചേർക്കുന്നു. പുതിയ മെറ്റീരിയൽ സ്ലോട്ട് ഇല്ലാതാക്കുവാൻ മൈനസ് ചിഹ്നത്തിനു താഴെ പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിലേക്ക് മടങ്ങുന്നു. വൈറ്റ് എന്ന് റീനെയിം ചെയ്യുന്നു. പുനർനാമകരണം. മെറ്റീരിയൽ സ്ലോട്ട് എന്നതിനും പ്രിവ്യൂ വിൻഡോയ്ക്കും ഇടയിലുള്ള ഐഡി നെയിം ബാർ മെറ്റീരിയൽ എന്നതിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. മെറ്റീരിയൽ സ്ലോട്ടിന്റെ പേരുകൾ വെളുത്തതായി മാറിയിരിക്കുന്നു. ഒരു പുതിയ മെറ്റീരിയൽ സ്ലോട്ട് ചേർക്കാതെ ഒരു പുതിയ മെറ്റീരിയൽ നമുക്ക് ചേർക്കാൻ കഴിയും. മെറ്റീരിയൽ ഐഡി നെയിം ബാർ എന്നതിന് വലതുവശത്തുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. മെറ്റീരിയൽ സ്ലോട്ടിൽ ഒരു പുതിയ മെറ്റീരിയൽ ചേർക്കുന്നു. റീനെയിം ചെയ്യുക. റെഡ് എന്ന് നിങ്ങൾ ഊഹിച്ചു. ഇനി മെറ്റീരിയൽസ് നിറം ചുവപ്പ് മുതൽ എല്ലാതും ചുവപ്പാക്കി മാറ്റുന്നു. എന്നാൽ ആദ്യം മെറ്റീരിയൽ ഐഡി നെയിം ബാർ എന്നതിന് താഴെയുള്ള ബട്ടണുകളുടെ വരി നോക്കാം. സർഫസ് ആക്റ്റീവ് ഒബ്ജക്റ്റിന്റെ സർഫസിലേക്ക് റെൻഡർ ചെയ്യുന്നു. ബ്ലെൻഡറിലുള്ള ഡിഫോൾട്ട് റെൻഡർ മെറ്റീരിയൽ ഇതാണ്. വയർ ഒരു വയേർഡ് മെഷ് ആയി റെൻഡർ ചെയ്യുന്നു. മെറ്റീരിയൽ ഒബ്ജക്റ്റ് പോളിഗോൺ എന്നതിന്റെ അറ്റങ്ങൾ മാത്രം കാണിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നു മോഡലിംഗ്, റെൻഡറിംഗ് എന്നിവയിൽ സമയം ലാഭിക്കുന്ന ഒരു പ്രയോജനപ്രദമായ ടൂൾ ആണ് ഇത്. നമ്മൾ വയേർഡ് മെഷ്, എഡ്ജസ്, പോളിഗോൺസ് എന്നിവയെക്കുറിച്ച് ബ്ലെൻഡറിൽ മോഡലിംഗിൽ പഠിക്കും. വോളിയം ആക്ടിവിറ്റി ഒബ്ജക്റ്റിന്റെ മൊത്തം വോളിയമായി ലഭ്യമാക്കുന്നു. മെറ്റീരിയൽ സെറ്റിംഗ്സ് സർഫസ്, വയർ എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നീടുള്ള ട്യൂട്ടോറിയലുകളിൽ വോളിയം മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഈ സെറ്റിംഗ്സ് നമുക്ക് വിശദമായി കാണാം. ഹാലോ പാർട്ടിക്കിൾസ് ആക്റ്റീവ് ഒബ്ജക്റ്റിന് ചുറ്റും മെറ്റീരിയൽ റെൻഡർ ചെയ്യുന്നു. വീണ്ടും മെറ്റീരിയൽ സെറ്റിംഗ്സ് മാറി. പിന്നീടുള്ള ട്യൂട്ടോറിയലുകളിൽ ഹാലോ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ഈ സെറ്റിംഗ്സ് നമുക്ക് വിശദമായി കാണാം. 3D വ്യൂ ഈ ഓപ്ഷനുകളിൽ ഒന്നും തന്നെ ദൃശ്യമാകുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. അതിനു കാരണം ഇവ റെൻഡർ ഡിസ്പ്ലേ എന്നതിൽ മാത്രമേ കാണാനാകൂ. പ്രദർശനത്തിനെക്കുറിച്ച് അറിയുവാൻ എന്നതിനെക്കുറിച്ച്
അറിയുവാൻ ടൈപ്സ് ഓഫ് വിൻഡോസ് പ്രോപ്പർട്ടീസ് പാർട്ട് 1 എന്ന ട്യൂട്ടോറിയൽ കാണുക. സർഫസിൽ തിരിച്ചു പോകുക. സർഫസ് മെറ്റീരിയലിനുള്ള സെറ്റിംഗ്സ് നമുക്ക് കാണാം. താഴെ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുവിന്റെ ഒരു പ്രിവ്യൂ കാണിക്കുന്നതിന് പ്രിവ്യൂ വിൻഡോ ആണ്. വലതുവശത്തെ വ്യത്യസ്ത പ്രിവ്യൂ ഓപ്ഷനുകൾക്കായി ബട്ടണുകളുടെ കോളം ഉണ്ട്. പ്ലെയിൻ, സ്ഫിയർ, ക്യൂബ്, monkey, hair, കൂടാതെ sky. ഇനി നമ്മുടെ മെറ്റീരിയലിന്റെ നിറം വെള്ളയിൽ നിന്നും ചുവപ്പിലേക്ക് മാറ്റാം. ഡിഫ്യൂസ് എന്നതിലേക്ക് പോകുക. ഡിഫ്യൂസ് എന്നതിന് താഴെയുള്ള വൈറ്റ് ബാർ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കളർ മെനു പ്രത്യക്ഷപ്പെടുന്നു. നമുക്ക് ഈ മെനുവിൽ നിന്ന് ഇഷ്ടമുള്ള ഏത് നിറവും തിരഞ്ഞെടുക്കാൻ കഴിയും. അത് ചുവപ്പായി തിരഞ്ഞെടുക്കുന്നു. കളർ സർക്കിളിന്റെ മധ്യത്തിൽ വൈറ്റ് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. സർക്കിളിന്റെ ചുവന്ന മേഖലയിലേക്ക് മൗസ് വലിച്ചിടുക. ക്യൂബിന്റെ 3D വ്യൂവിൽ നിറം വെളുത്തതു മുതൽ ചുവപ്പ് വരെയും മെറ്റീരിയൽ പാനലിൽ പ്രിവ്യൂ വിൻഡോ എന്നതിലും മാറുന്നു. മറ്റൊരു രീതിയാണ് വീണ്ടും ഡിഫ്യൂസ് എന്നതിന് താഴെയുള്ള റെഡ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. R, G, B എന്നീ കളറുകൾ താഴെ 3 ബാറുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? R ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. G ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ 0 ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. B ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ 0 ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. ഇപ്പോൾ ക്യൂബിന്റെ നിറം ചുവപ്പ് ആണ്. അതുപോലെ സ്പെക്യുലാർ എന്നതിന് താഴെയുള്ള വൈറ്റ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. കളർ മെനുവിൽ നിന്നും ഏത് നിറവും തിരഞ്ഞെടുക്കാം. ഞാൻ പച്ച തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് നോക്കൂ, ക്യൂബിലെ വൈറ്റ് മുതൽ ഇളം പച്ച വരെ മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വൈറ്റ് മെറ്റീരിയൽ വീണ്ടും ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ്? അത് എങ്ങനെ തിരികെ ലഭിക്കും? മെറ്റീരിയൽ ഐഡി നെയിം ബാർ എന്നതിൽ പോകുക. നെയിം ബാറിന്റെ ഇടതുവശത്തുള്ള മറ്റൊരു സ്ഫിയർ ഐക്കൺ ഇവിടെയുണ്ട്. സ്ഫിയർ ഐക്കൺ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് മെറ്റീരിയൽ മെനു ആണ്. സീൻ എന്നതിൽ മെറ്റീരിയൽസ് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ രണ്ട് മെറ്റീരിയലുകൾ മാത്രമേ ഇവിടെ കാണിച്ചിരിക്കുകയുള്ളൂ, റെഡ്, വൈറ്റ് എന്നിവ. വൈറ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ക്യൂബ് ചുവപ്പ് മുതൽ വെള്ളയാക്കി മാറ്റുക. ഡിഫ്യൂസ്, സ്പെക്യുലാർ എന്നിവ താഴെ പറയുന്നവയാണ് ഇന്റൻസിറ്റി ബാറുകൾ. ഡിഫ്യൂസ് എന്നതിന്റെ ഇന്റൻസിറ്റി 0.8 ആണ്. സ്പെക്യുലാർ എന്നതിന്റെ 0.5 ആണ്. ആവശ്യമായ മെറ്റീരിയൽ ഫിനിഷ് അനുസരിച്ച് ഇത് മാറ്റാവുന്നതാണ്. മാറ്റ് ഫിനിഷ് എന്നതിൽ ഡിഫ്യൂസ്, സ്പെക്യുലാർ എന്നതിന് ഇന്റൻസിറ്റി കുറവാണ് എന്നതാണ്. ഉദാഹരണത്തിന് ഒരു നാച്ചുറൽ വുഡ് മെറ്റീരിയൽ മാറ്റ് ഫിനിഷ് ഉണ്ടായിരിക്കും. ഒരു ഗ്ലോസി ഫിനിഷ് എന്നതിന് ഡിഫ്യൂസ്, സ്പെക്യുലാർ എന്നിവയ്ക്ക് കൂടുതൽ ഇന്റൻസിറ്റി എന്നതാണ്. ഉദാഹരണത്തിന് ഒരു കാർ പെയിന്റ് മെറ്റീരിയൽ ഗ്ലോസി ഫിനിഷ് ഉണ്ടായിരിക്കും. ബ്ലെൻഡറിലുള്ള ഡിഫ്യൂസ് എന്നതിന് ഡിഫോൾട്ട് ആയി ഷെയ്ഡർ ആണ് ലാംബർട്ട്. ലാംബർട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഡിഫ്യൂസ് ഷെയ്ഡർ മെനു. ഇവിടെ നമുക്ക് ഫ്രസ്നൽ, മിനിയാർട്ട്, ടോൺ, ഓറൻ, നയാർ, ലാംബർട്ട് എന്നിവയിൽ നിന്നും ഷെയ്ഡർ തിരഞ്ഞെടുക്കാം. ഇന്റൻസിറ്റി, ഷെയ്ഡർ എന്നിവ വ്യത്യസ്ത തരം വസ്തുക്കൾക്ക് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് മെറ്റീരിയലിൽ ഫ്രസ്നൽ ഷെയ്ഡർ ഉപയോഗിക്കും. അതുപോലെ തന്നെ കുക്ടോർ ബ്ലെൻഡറിൽ സ്പെക്യുലാർ എന്നതിന് ഡിഫോൾട്ട് ഷെയ്ഡർ ആണ്. കുക്ടോർ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് സ്പെക്യുലാർ ഷെയ്ഡർ മെനു ആണ്. 90% മെറ്റീരിയലിനും ബ്ലിൻ, ഫോങ് എന്നിവ ഏറ്റവും സാധാരണമായി സ്പെക്യുലാർ ഷെയ്ഡേഴ്സ് ആണ്. ഹാർഡ്നെസ് ഒബ്ജക്റ്റിന്റെ സ്പെക്യുലാരിറ്റി അല്ലെങ്കിൽ പ്രകാശം പരത്തുന്നു. ഹാർഡ്നെസ് 50 ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ 100 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. സ്പെക്യുലാർ
ഏരിയയിൽ പ്രിവ്യൂ സ്ഫിയർ ഒരു ചെറിയ സർക്കിളാക്കി കുറച്ചിരിക്കുന്നു. വീണ്ടും ഹാർഡ്നെസ് 100. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കീബോർഡിൽ 10 ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുക. സ്പെക്യുലാർ ഏരിയയിൽ വലുതായി മാറി പ്രിവ്യൂ ഏരിയയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. മെറ്റീരിയൽ പാനലിന്റെ ബേസിക് സെറ്റിംഗ്സ് ഇവയാണ്. ബാക്കി ട്യൂട്ടോറിയലുകളിൽ സെറ്റിംഗ്സ് ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ മുന്നോട്ട് പോകാനും ഒരു പുതിയ ഫയൽ സൃഷ്ടിക്കുവാനും കഴിയും. ക്യൂബ് എന്നതിലേക്ക് ഒരു പുതിയ മെറ്റീരിയൽ ചേർക്കുകയും അതിന്റെ നിറം ബ്ലൂ എന്നതിലേക്ക് മാറ്റുകയും ചെയ്യുക. ഈ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ഓസ്കാർ സൃഷ്ടിക്കുകയും നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെടുക. ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിന് നന്ദി. ഐഐടി ബോംബെയിൽ നിന്നും വിജി നായർ.